ഹായ് ഹലോ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ എഗ്ഗ് പുഴുങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചെറുപയറൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എങ്ങാനും മറന്നു പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ എഗ്ഗിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് പഴം വാട്ടുന്നുണ്ട് കേട്ടോ. അപ്പം പഴം അത്യാവശ്യമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളറായപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ചെറുപയർ അതുപോലെ നല്ലോണമൊക്കെ കുതിർന്ന് വരുന്നുണ്ട്. പിന്നെ എഗ്ഗും പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ എടുത്ത് ഞാൻ വേസ്റ്റിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അയിമണ്ണുള്ള പഴവും എഗ്ഗൊക്കെ ഞാനിതാ ഒരു പാത്രത്തിലെടുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയിമണ്ണ എഗ്ഗ് കഴിക്കാൻ മടിയാണ്. പഴത്തിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്, കഴിക്കുമോ എന്താണെന്ന് അറിയൂല. പിന്നെ അവന് ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ അവൻ കളിക്കാൻ പോയാൽ പിന്നെ അവനെ പിന്നെ കിട്ടുകയില്ല കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് ഞാൻ ഈ ഒരു മീനാണ് കേട്ടോ വാങ്ങിയത്. നമ്മൾ മത്തി എന്നാണ് പറയുക, എല്ലാവരും ചാളാന്നും പറയല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു മീനാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നല്ലോണം കട്ടൊക്കെ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം കഴുകി ഒന്നുകൂടെ വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെറുപയർ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ചോറ് പിന്നെ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ചെറുപയറിലേക്ക് ഞാനിതാ ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ഉപ്പും വെള്ളവും ചെറുപയറും മാത്രമാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ മുളകും അങ്ങനെയൊന്നും ഇടുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേസ്റ്റ് വെള്ളമല്ലേ, നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത എല്ലാ വെള്ളവും എടുത്തിട്ട് ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. കുരുമുളക് പിന്നെ അതുപോലെ സീതപ്പഴം അതിനൊക്കെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഞാൻ സീതപ്പഴം കണ്ടപ്പോൾ അവിടെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇലകളൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. നല്ലോണം നനച്ച് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാത്രം കഴുകി ഒന്നും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സപ്പോർട്ടൊക്കെ ഞാൻ തീരെ നനയ്ക്കാറില്ല കേട്ടോ. കാരണം അത്യാവശ്യം വലിയ മരമായിട്ടുണ്ട്. അപ്പോൾ അത്ര നനച്ചൊന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ മരം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ മരമാണ് കേട്ടോ. അപ്പോൾ അയിമണൊക്കെ കയറി കളിക്കാറുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മരത്തിൽ ഇങ്ങനെ കയറി കളിക്കണമൊക്കെ. അപ്പോൾ അവിടെ ഒരു പൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നൊക്കെ ഈ ഒരു സപ്പോർട്ടൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണും കേട്ടോ വിശേഷം. ഇനി അടുത്തായിട്ട് എനിക്ക് മീൻ ഫ്രൈ ചെയ്യാനാണ് കേട്ടോ ഞാൻ പോണത്. മീനൊക്കെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മീൻകറി ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ രാത്രി മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഉച്ചക്ക് എടുക്കുന്നത്. പിന്നെ ചെറുപയറൊക്കെ നല്ലോണം വെന്ത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ മക്കൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ചെറുപയർ ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാത്രിക്കത്തെ വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് നമ്മൾ ചെറുപയറൊക്കെ കൂട്ടിയാണല്ലോ അല്ലേ ഫുഡ് കഴിച്ചത്. രാത്രി പിന്നെ ഞാൻ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കേടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഇങ്ങനെ വറ്റിച്ചാണ് കേട്ടോ വെച്ചത്. പിന്നെ അതിന് ശേഷം ഉപ്പേരിയൊക്കെ നല്ലോണം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അയിമണ രാത്രി ഫുഡ് കഴിക്കുന്നത് കുറവാണ് കേട്ടോ. ചിക്കനും ചോറ് മാത്രമേ ആയിരിക്കും. ഉപ്പേരി ഒന്നും അവന് വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് അയിമണ്ണൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ അവന് ഉറങ്ങാനായോന്ന്. പിന്നെ ഉപ്പേരിയൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ വിളമ്പാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.